സോ ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കാർ എങ്ങനെ ഓടിക്കാമെന്ന് പഠിക്കാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ ഒരു കാർ എങ്ങനെ ഓടിക്കാമെന്ന് പഠിക്കാം. ഓക്കെ, സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാർ ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കാറിൽ കയറി പഠിക്കാം. നമ്മളെ കാർ ഇപ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിയണ്ടേ. പല കാറും പല ടൈപ്പിലല്ലേ ഇരിക്കാം. സപ്പോസ് നമ്മൾ കാറിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ എങ്ങനെയൊക്കെ ഇരിക്കണേന്ന്. ഓക്കെ, സോ നോക്കിക്കേ, ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഒരു സംഭവമുണ്ട്. ഇതെന്താ പറയുക, നമ്മളിതിനെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയാം. സോ അതായത് ശരിക്കും നമ്മളുടെ കാറിൻ്റെ ബാക്ക് ബ്രേക്കാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് നമ്മളെ കാറിൻ്റെ ബാക്ക് ബ്രേക്കാണ്. നമ്മളിവിടെ കാലുകൊണ്ട് ചവിട്ടുന്ന ഒരു ബ്രേക്ക് ഉണ്ട് ഇവിടെ സെൻറ്ററിലുള്ളത്. ഓക്കെ, ഇത് സെൻറ്ററിൽ ബ്രേക്ക്, ഇത് ക്ലച്ച്, ഇത് ആക്സിലേറ്റർ. ഓക്കെ, ഇത് ആക്സിലേറ്റർ. ഇങ്ങനെയാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നടുവിലുള്ള ബ്രേക്ക് ശരിക്കും ഫ്രണ്ടിലെ ബ്രേക്കാണ്. ഈ ബ്രേക്ക് നമ്മളുടെ ഫ്രണ്ടിലെ ബ്രേക്കാണ്, ബാക്കിലെ ബ്രേക്കാണ്. സോ ഇത് നമ്മളുടെ ഗിയർ നോബ്. നമുക്ക് ഗിയറൊക്കെ മാറ്റാം, വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഗിയർ റേഷ്യോ മാറ്റി കൊടുക്കാനുള്ളതാണ് അതൊക്കെ. സോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ AC കാര്യങ്ങളൊക്കെ വരും, പാട്ട്. ഓക്കെ, ഇത് നമ്മളുടെ സ്പീഡോമീറ്റർ അല്ലേ, നമ്മളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കും. സോ ഇനീഷ്യലി നമ്മൾ വണ്ടി കയറുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇതിപ്പോൾ ന്യൂട്രലാണ്, അത് ഇങ്ങോട്ടും തട്ടുമ്പോൾ ഇത് അനങ്ങുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഇത് ന്യൂട്രലിലാണ്. ചിലപ്പോൾ നിങ്ങൾ വണ്ടി കയറുമ്പോൾ ഈ സംഭവം ഇങ്ങനെ എടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി നമ്മൾ വണ്ടി ചിലപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടാവാം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്ലച്ചാണ് നമ്മളുടെ ഇനി ഫസ്റ്റത്തെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുന്ന ക്ലച്ചിന് അമർത്താം. ഓക്കെ, വണ്ടി ഓഫാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ജസ്റ്റ് താത്തുക. അപ്പോൾ ഇത് താത്തി, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താത്തി. അപ്പോൾ ഇത് നോക്കുക, ഇതിങ്ങനെ ആവുന്നുണ്ടോന്ന്. ദാറ്റ് മീൻസ് ഇത് ന്യൂട്രലാണ്. കണ്ടോ, ഇത് ന്യൂട്രലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതൊരു വരയുണ്ട്, ആ വരയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ അങ്ങോട്ടും ആവുന്നത്. ഓക്കെ, നമുക്കിതിന് ജസ്റ്റ് ഇതിൻ്റെ പവർ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, നമ്മളിത് ഇപ്പോൾ ഇങ്ങനെയല്ല എടുക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പവറൊക്കെ വരും, നമ്മളുടെ സ്പീഡോമീറ്ററിൻ്റെ അകത്ത് പവർ, കിലോമീറ്റർ. ഇപ്പോൾ ഇത് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ലേ, അതായത് നമ്മളുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇൻഡിക്കേഷനാണിത്. ഓക്കെ, പിന്നെ ബാറ്ററി ഓക്കെയാണ്, അതുപോലെ എല്ലാം ഫ്യൂവലും എല്ലാത്തിൻ്റെയും ഒരു ബാറ്ററി ഒക്കെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടൊരു ഇൻഡിക്കേഷൻ അവിടെ കാണിച്ചിരുന്നു നമുക്ക്. ഓക്കെ, സോ അതുപോലെ നമ്മളുടെ സ്റ്റീരിയോ ഓണായി. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഓണായി. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ഓൺ ചെയ്യണം. ഓക്കെ, വണ്ടിയുടെ എൻജിൻ ഓൺ ചെയ്യണം. അത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം ഓൺ ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക, ഇത് നമ്മളുടെ ക്ലച്ച്, നമ്മളുടെ ബ്രേക്ക്, ഇത് നമ്മളുടെ ആക്സിലേറ്റർ. സോ നമ്മളുടെ കാലെപ്പോഴും ഇതുപോലെ ആയിരിക്കണം വെക്കണം. ഓക്കെ, അതായത് ആക്സിലേറ്റർ, ഇതാണ് എൻ്റെ ആക്സിലേറ്റർ. ഓക്കെ, ഇതാണ് എൻ്റെ ആക്സിലേറ്റർ, ഇതാണ് എൻ്റെ ക്ലച്ച്. സോ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് വേണം ബ്രേക്ക് ചെയ്യാൻ. ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് വേണം ബ്രേക്ക് ചെയ്യാൻ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ്, ഇറ്റ്സ് ഗുഡ്. നമ്മൾ ഓണാക്കിയിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇത് ഗിയർ ഓക്കെ ആണോ ശ്രദ്ധിക്കുക. എപ്പോഴും ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളെ ക്ലച്ച് അമർത്തി പിടിക്കുക. നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ക്ലച്ച് അമർത്തി പിടിക്കുക. ക്ലച്ച് അമർത്തി പിടിച്ചതിന് ശേഷം ഇഗ്നിഷൻ ജസ്റ്റ് ഇത് അങ്ങോട്ട് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഓണായി, ഇത്രേ ഉള്ളൂ. ഒന്ന് തിരിക്കുക, വിടുക, ഇത് ഓണായി. സോ വണ്ടി ഓണായി. ഞാൻ ക്ലച്ച് ഇപ്പോഴും വിട്ടിട്ടില്ല. ഓക്കെ, കാണാം, ക്ലച്ച് ഇപ്പോഴും പ്രസ്ഡ് ആണ്. ഓക്കെ, ക്ലച്ച് ഇപ്പോഴും ഫുള്ളി പ്രസ്ഡ് ആണ്. ഞാൻ ക്ലച്ച് വിട്ടു, ക്ലച്ച് റിലീസ് ചെയ്തു. വണ്ടി പോയോ? ഇല്ല, ബിക്കോസ് ഇതിപ്പോൾ ന്യൂട്രലാണ്. ഓക്കെ, ഇതിപ്പോൾ ന്യൂട്രലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്. ഞാൻ ഹാൻഡ് ബ്രേക്ക് താത്തി, ജസ്റ്റ് കണ്ടോ, വണ്ടി ജസ്റ്റ് പിന്നിക്ക് പോയി. ബിക്കോസ് ഇതൊരു ബാക്കിലേക്ക് ഇറക്കമുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, വണ്ടി ജസ്റ്റ് പിന്നിലോട്ട് പോകും ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല ചൂടുണ്ട്, AC ഓണാക്കട്ടെ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യലി നമ്മളുടെ മിറേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളുടെ ഒരു മിറർ, നമ്മളുടെ മൂന്നാമത്തെ മിറർ. ഓക്കെ, സോ ആദ്യം ഈ മിറർ ചെക്ക് ചെയ്യാം. അതായത് ഈ മിറർ നമുക്ക് ബാക്കിലെ സംഭവങ്ങൾ കറക്റ്റ് എല്ലാം കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ അത് ഓക്കെ. പിന്നെ നമുക്ക്
പ്രൊവിഷൻ ഉണ്ട്. സോ എനിക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് എന്നുണ്ട്. ജസ്റ്റ് റൈറ്റിലേക്ക് ഇട്ടു. ഓക്കെ, റൈറ്റിലേക്ക് ഇട്ടു. ഇനി ഞാൻ ഈ നോബ് ലെഫ്റ്റിക്കും റൈറ്റിക്കും തിരിച്ചാൽ നോക്കിക്കോട്ടോ ഉണ്ടോ, ഇത് റൈറ്റിലേക്ക് പോയി, ലെഫ്റ്റിക്ക് തിരിച്ചാൽ ഇത് ലെഫ്റ്റിലേക്ക് പോയി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇനീഷ്യലി ഇതുപോലെ എനിക്ക് ലെഫ്റ്റിലെ മിറർ കറക്റ്റ് ആക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഇവിടെ പോയിട്ട് ഇത് ലെഫ്റ്റിലേക്ക് ഇട്ടു. ഇനി ഇത് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതും ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാണ്. വണ്ടിയുടെ ബോഡി പാർട്ട് അത് ഓൾമോസ്റ്റ് അഡ്ജസ്റ്റഡ് ആണ്. ഓക്കെ, അതുപോലെ റോഡും കുറച്ച് കാണണം. ഇതും അഡ്ജസ്റ്റ് ചെയ്ത്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. സോ നൗ വി ആർ ഗുഡ് ടു ഗോ. നമുക്ക് വണ്ടി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരൊറ്റ ഇൻഡിക്കേഷനെ കാണുന്നുള്ളൂ, ആ റെഡ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ. അത് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് ആണ്. ഇത് റിലീസ് ചെയ്താൽ അത് പോകും. ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇപ്പോൾ ആ സംഭവം പോയി. ഇപ്പോൾ നമ്മൾക്ക് കണ്ടോ ഒറ്റ റെഡ് ഇൻഡിക്കേഷൻസും ഇല്ല. അപ്പോൾ ഇവർ പറയുകയാണ് ഓക്കെ വണ്ടി എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണ്, ഇനി വണ്ടി എടുക്കാം. ഓക്കെ, വേറെ ഇൻഡിക്കേഷൻസ് ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കിയതിന് ശേഷം വല്ല റെഡ് ഇൻഡിക്കേഷൻസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ടതാണ് വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് വണ്ടി എടുക്കുക? വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താമർത്തണം? ക്ലച്ച് അമർത്തണം. ഓക്കെ, സോ ക്ലച്ച് അമർത്തണം. ഇതാണ് നമ്മളുടെ ക്ലച്ച്, ഇതാണ് നമ്മളുടെ ബ്രേക്ക്, ഇതാണ് നമ്മളുടെ ആക്സിലേറ്റർ. സോ നോക്കിക്കോ, ഞാൻ ആദ്യം ക്ലച്ച് അമർത്തിയിട്ട് ഗിയർ ഇടാൻ പോകാം. ഓക്കെ, ക്ലച്ച് അമർത്താണ്ട് ഗിയർ ഇടരുത്, ക്ലച്ച് അമർത്താണ്ട് ഒരിക്കലും ഗിയർ ഇടരുത്. സോ ആദ്യം നമ്മൾ ക്ലച്ച് അമർത്തുക, വേറെ ഒന്നും അമർത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ക്ലച്ച് അമർത്തിയാൽ ഇതൊരു ഡീസൽ വണ്ടിയാണ് കേട്ടോ, ഡീസൽ വണ്ടിയാണ്. സോ അതിൻ്റെതായ ഒരു ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ ക്ലച്ച് ഫുള്ളി അമർത്തി. ഓക്കെ, ക്ലച്ച് ഞാൻ ഫുള്ളി അമർത്തി. അതിനുശേഷം ഞാൻ നമ്മൾ ഗിയർ നോബ് ഒന്ന് ലെഫ്റ്റിലോട്ട് തട്ടിയിട്ട് മുന്നിലോട്ട് ഇട്ടു. സോ ഇറ്റ് മീൻസ് ഇത് ഫസ്റ്റ് ഗിയറിലാണ്. ഓക്കെ, ഇനി ഹാൻഡ് ബ്രേക്ക് താഴത്താണ്, ഫസ്റ്റ് ഗിയറിലാണ്. ഇനി നോക്കിക്കോ, ഞാൻ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും. ഓക്കെ, ക്ലച്ച് ഞാൻ പതുക്കെ റിലീസ് ചെയ്തു, ഭയങ്കര പതുക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ വിടരുത്, വണ്ടി ഒറ്റ പോക്ക് പോകും. ഓക്കെ, സോ പതുക്കെ വിട്ടുകൊണ്ടിരിക്കുക. വണ്ടി ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോകണം. ഓക്കെ, പതുക്കെ മുന്നോട്ട് പോകണം. സോ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ബിക്കോസ് നമ്മളിങ്ങനെ വണ്ടി എടുക്കാൻ പാടില്ല. നമ്മൾ വണ്ടി എടുക്കാൻ മുമ്പ് ആദ്യം എന്താ ശ്രദ്ധിക്കണം, ഈ മിറർ ചെക്ക് ചെയ്യണം. ഈ മിറർ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ട്, ഏതൊരു ചെക്കിൻ്റെ സൈക്കിളോട്ട് വരുന്നുണ്ട്. സോ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. അതുപോലെ ഈ മിററും ചെക്ക് ചെയ്യുക, അതുപോലെ ലെഫ്റ്റിലെ മിററും ചെക്ക് ചെയ്യുക, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. സോ സ്റ്റിയറിങ് പതുക്കെ വലത്തോട്ട് ഒടിച്ചു. എന്നിട്ട് ഓക്കെ, സോ വണ്ടി ഈസ് മൂവിങ് അല്ലേ. സോ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിക്കോ, ഞാൻ ജസ്റ്റ് ക്ലച്ച്, ഓട്ടോറിക്ഷക്കാരൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്, സ്ഥലം കൊടുക്കാം അവർക്ക്. ഓക്കെ, സോ നോക്കിക്കോ, ഞാനിപ്പോൾ ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. വണ്ടി തനിയെ പൊയ്ക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ക്ലച്ച് ഞാൻ ഫുള്ള് റിലീസ് ചെയ്തു, പതുക്കെ റിലീസ് ചെയ്തിട്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തു. അപ്പോൾ അടിയിൽ നോക്കിയാൽ കാണാം കേട്ടോ, ഞാൻ കാലൊക്കെ മാറ്റി വെച്ചിരിക്കുക, വണ്ടി തനിയെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഡീസൽ വണ്ടികളുടെ ഒരു പ്രത്യേകതയാണ്. ഡീസൽ വണ്ടികൾ ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് തരും. അതായത് ജസ്റ്റ് ആക്സിലേറ്റർ ഇല്ലാണ്ട് തന്നെ ഡീസൽ വണ്ടിക്ക് ആ ഒരു പവർ ഉണ്ട്, ആ ഒരു ടോർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസൽ വണ്ടികൾ ആക്സിലേറ്റർ ഇല്ലാണെങ്കിൽ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം, പതുക്കെ ഒരു റോഡ് എടുത്തിട്ട്. സോ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഡീസൽ വണ്ടി ആണെങ്കിൽ മാത്രം. പെട്രോൾ വണ്ടി ആണെങ്കിൽ ഇങ്ങനെ പോകില്ല. പെട്രോൾ വണ്ടി ആണെങ്കിൽ നമ്മൾ പതുക്കെ ആക്സിലേറ്റർ കൊടുത്താലാണ് വണ്ടി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഞാനിപ്പോൾ എൻ്റെ കാല് ഞാൻ പിന്നെയും ഇവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ക്ലച്ചിന് മേലെ വെച്ചു, ഒരു കാലം ആക്സിലേറ്ററിന് മേലെ കൊണ്ട് വെച്ചു. ഇനി ഞാൻ പതുക്കെ ആക്സിലേറ്റർ പതുക്കെ അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടുന്നത് നമുക്ക് കാണാം, പതുക്കെ കൂടും. ഞാൻ ഓക്കെ, ഇത് ഭയങ്കര സ്പീഡായി, ഭയങ്കര വണ്ടി വലിപ്പിക്കും ഇനി ഞാൻ ആക്സിലേറ്റർ കൊടുത്താൽ. സോ നമ്മൾ ഫസ്റ്റ് ഗിയർ എപ്പോഴും എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സെക്കൻഡ് ഗിയറിലാണെങ്കിൽ നമ്മൾ വണ്ടി ഇനീഷ്യലി മൂവ് ചെയ്യേണ്ടത്, ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഒന്ന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ക്ലച്ച് കംപ്ലീറ്റ്ലി അമർത്തുക, ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട, ക്ലച്ച് കംപ്ലീറ്റ്ലി അമർത്തുക. അതിനുശേഷം ഗിയർ നോബ് താഴത്തേക്ക് തട്ടുക. സോ നമ്മൾ സെക്കൻഡ് ഗിയറിലായി. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ക്ലച്ച് റിലീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് വണ്ടിയുടെ സ്പീഡ് ഒന്നും കൂടി ഇൻക്രീസ് ആവും. നമ്മൾ സ്പീഡോമീറ്ററിലൊക്കെ കാണാം. ഇപ്പോഴും ഞാൻ ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ക്ലച്ച് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, സോ
വണ്ടി മൂവിങ് ആണ്. ഞാൻ ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്തു. ഇപ്പോഴും നോക്കിയാണെങ്കിൽ കാണാം സെക്കൻഡ് ഗിയറിലാണ് ഞാൻ ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്തു. ബ്രേക്കിലും കാലിലും ആക്സിലേറ്ററിലും കാലിലാണ് വണ്ടി പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഓടിക്കാൻ പാടില്ല, ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. വണ്ടിയുടെ ഡീസൽ വണ്ടിയിൽ ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഹമ്പ് വന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, സോ വണ്ടി ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വണ്ടി റിലീസ് ചെയ്യുക. പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക. നമുക്ക് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക, വണ്ടി പോയിക്കൊണ്ടിരിക്കും. ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, വണ്ടി മൂവിങ് ആണ്. സോ ഇപ്പം ഞാൻ ആക്സിലേറ്ററിൽ പതുക്കെ കൊടുത്താൽ വണ്ടിയുടെ സ്പീഡ് കൂടും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ വണ്ടി മൂവിങ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത്, ഇനി ഇതേപോലെയാണ്. ഇനി തേർഡ് ഗിയർ ഇതേപോലെ തന്നെ ഇടാം. ക്ലച്ച് അമർത്തുക, അടുത്ത ഗിയർ ഇടുക, ക്ലച്ച് അമർത്തുക, അടുത്ത ഗിയർ ഇടുക. സോ അത്രേ ഉള്ളൂ ഗിയർ മാറ്റുന്ന പരിപാടി. സോ ഞാൻ അതൊന്നും ഇനി പറയുന്നില്ല. നമുക്ക് എങ്ങനെ ട്രാഫിക്കിലൂടെ പോവാമെന്നാണ്. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് രണ്ടും കൂടിയിട്ട് ക്യാമറയിൽ കാണിക്കാൻ കുറച്ച് പാടാണ്. സോ ഞാൻ പറയാം, അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഹോണൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വണ്ടി ഓടിച്ച് പോവാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞുതരാൻ കുറച്ച് പാടാം, നമുക്ക് നോക്കാം. യെസ്, നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വണ്ടി ഇതുപോലെയാണ് സ്റ്റിയറിംഗ് പിടിക്കുക. രണ്ട് കൈയിലും സ്റ്റിയറിംഗ് പിടിക്കാം, എന്നിട്ടാണ് വണ്ടി ഓടിക്കാം. ഓക്കെ, സോ നമ്മൾ പല ടൈപ്പ് പാർക്കിങ്ങിലേക്കും അതുപോലെ പല ടൈപ്പ് വണ്ടി എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്കിക്കോ. സോ ഇതൊരു സെൻറ്ററാണ്. ഓക്കെ, നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം വണ്ടി. ഓക്കെ, സോ ഞാൻ ഗിയർ ഇപ്പോൾ ന്യൂട്രലിട്ടു. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഓക്കെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി പോകുന്നു. ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടു, ക്ലച്ച് അമർത്തി പിടിച്ചിട്ട് എന്നിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇട്ടു. എനിക്ക് ലെഫ്റ്റിലേക്ക് പോകണ്ട. സോ ഞാൻ ആദ്യം എന്ത് നോക്കണമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ കണ്ടോ, ലെഫ്റ്റിൽ ഓരോരുത്തർക്ക് കയറി പോകണുണ്ടോ. ഇതാണ് നമ്മളെ നാട്ടിലെ പ്രശ്നം. സോ നമ്മൾ റൈറ്റിലേക്ക് നോക്കി, ഗുഡ് ടു ഗോ. അയാൾ ജസ്റ്റ് വരുന്നുണ്ട്, വണ്ടി സ്ലോ ചെയ്തു. ഓക്കെ, നമുക്കിനി കയറ്റിയെടുക്കാം. ഇവിടെ അല്ലാണ്ട് ആർക്കും വണ്ടി എടുക്കാൻ പറ്റില്ല. സോ അയാൾ പാർക്ക് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മൾ മിററിൽ നോക്കാം, ബാക്കിലോട്ട് വണ്ടി വരുന്നുണ്ട്. സോ സ്ലോലി വണ്ടി മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഞാൻ ഗിയർ സെക്കൻഡിലേക്ക് ഇട്ടു. കണ്ടോ, സ്റ്റിയറിംഗ് എപ്പോഴും ഇങ്ങനെ പിടിക്കണം. ഗിയർ മാറ്റാം, തേർഡിലേക്ക് ഇട്ടു. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് സൗണ്ട് മനസ്സിലാവും. വണ്ടി ഇങ്ങനെ വലിയും. നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കും എന്നോട്ട് സൗണ്ട് ഉണ്ടാക്കും വണ്ടി, അതിൻ്റെ അർത്ഥം വണ്ടി വലിയാണ്. സോ നിങ്ങൾ സ്പീഡ് ഗിയർ മാറ്റണം. ഓക്കെ, അങ്ങനെ വലിയ സൗണ്ട് കേട്ടാൽ ഗിയർ അപ്പിലേക്ക് ഇടണം. ഇപ്പോൾ വണ്ടി ഇത് സ്ലോ ആയി, അപ്പോൾ എനിക്ക് നേരെ ഗിയർ ഡൗൺ ചെയ്യണം. ഓക്കെ, ഞാൻ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ടു. ക്ലച്ച് പതുക്കെ റിലീസ് ആയിട്ട് വണ്ടി, ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, ക്ലച്ച് പതുക്കെ റിലീസ് ആയിട്ട് വണ്ടി എടുത്തു. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിഗ്നൽ വന്നു. ഈ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഇവിടെ ആരും സിഗ്നൽ പണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ തൃപ്പയാർ സെൻറ്ററിൽ സിഗ്നലാണ്. ഇപ്പോൾ ഇവിടെ സിഗ്നലില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് നേരെ റൈറ്റാണ് പോകണ്ട. ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യാം. സോ റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ വണ്ടിയും പോയി തീർന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. ലെഫ്റ്റിലേക്ക് ഫ്രീ ലെഫ്റ്റാണ്, അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ വണ്ടി എടുത്ത് പോയത്. ഫ്രീ ലെഫ്റ്റാണ്, നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. സോ റൈറ്റിൽ ഇപ്പോൾ വണ്ടി കുറവാണ് ആക്ച്വലി. ഇപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പോവാണ്. നമ്മൾ പതുക്കെ കയറ്റി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ പതുക്കെ കയറ്റി ഞാൻ സെൻറ്ററിലെത്തി. ഇനി എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കണ്ടോ, അയാളൊക്കെ ഇങ്ങനെ എടുക്കാൻ പാടില്ല. അയാളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പോലീസുകാരനൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടു. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡിലേക്ക് ഇട്ടു. കണ്ടോ, ഞാൻ തേർഡിൽ ഒരു 40 km/h താഴെയാണ് പോകുന്നത്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. 30ൽ നമുക്ക് 40 വരെയൊക്കെ നമുക്ക് ഫോർത്ത് ഗിയറിൽ പോവാം. അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു കണക്ക്. ഓക്കെ, 40-45 ഒക്കെ വരെ നമുക്ക് തേർഡ് ഗിയറിൽ പോവാം. 40ക്ക് മേലെ ഒരു 50 ഒക്കെ ആവണ വരെ നമുക്ക് ഫോർത്ത് ഗിയർ, 60 വരെയൊക്കെ മാക്സിമം ഫോർത്ത് ഗിയറിൽ പോവാം. 60 ഒക്കെ ആവാറാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിയർ ഇടണം. ഓക്കെ, ഇതെന്താണ് റോട്ടിൽ പൊട്ടിപ്പെടലങ്ങൾ.
ഏകാദശി കഴിഞ്ഞതിൻ്റെയാണ് ഇവിടെ തൃപ്പയാറൊക്കെ ഫുള്ള് വണ്ടികൾ. നമ്മൾ പതുക്കെ പോകുന്നതുകൊണ്ടേ ബാക്കിൽ നിന്ന് ഭയങ്കര ഹോണടിയാ. സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കുക, കുറച്ച് ലെഫ്റ്റിക്ക് ഒരു പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. കേട്ടോ, ആൾക്കാർക്ക് സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ടാണ്. നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കല്ലേ, നമ്മൾ പതുക്കെ പോകുന്നത്. സോ ഇങ്ങനെ ശരിക്കും ഈ സൈഡിലേക്ക് ഇറക്കാൻ പാടില്ല. കണ്ടോ, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വരയുണ്ട്, നടുവിലൊരു വരയുണ്ട് അല്ലേ. ഇത് ലെഫ്റ്റ് സൈഡിൽ വരാന്ന് വെച്ചാൽ ശരിക്കും നടക്കാനുള്ളൊരു വര പോലെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ആ വരയ്ക്ക് ശരിക്കും ഇറങ്ങാൻ പാടില്ല. നമ്മളൊരു അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ റോഡുകളിലൊക്കെ ഇറങ്ങാം, പുറത്തെ കൺട്രീസിൽ ഇറങ്ങിയാലാണ് പണി കിട്ടുക. ഓക്കെ, സോ ഞാനിപ്പോൾ കുറച്ചൊരു ഉള്ളിലത്തെ വഴിയിലേക്ക് എടുക്കാൻ പോവാം. എനിക്ക് ഇവിടെ നിന്ന് റൈറ്റ് പോകണം നോക്കാം. സോ ഞാൻ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടു, റൈറ്റ് ഇട്ടു. ഞാൻ ലൈനിൻ്റെ മിഡിൽ ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, സോ കണ്ടോ ഒരു കാറുകാരൻ വരുന്നുണ്ട്, ഞാൻ വണ്ടി സ്ലോ ചെയ്തു. സോ ഇനി ഞാൻ പതുക്കെ സ്റ്റിയറിംഗ് റൈറ്റിൽ ഇല്ലില്ല, കണ്ടോ വേറെ ആൾ അപ്പളിക്കും കയറി അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അവർ പോട്ടെ. ഇപ്പോൾ ആ ചോപ്പ് വണ്ടി ഭയങ്കര പതുക്കെയാണ് വരുന്നത്. സോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കയറ്റി എടുക്കാൻ പോവാം. എനിക്ക് ഭയങ്കര പതുക്കെ വരണേ. ഞാൻ സ്റ്റിയറിംഗ് കയറ്റിയെടുത്തു. ഓക്കെ, സോ പതുക്കെ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു കേസസിൽ വണ്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമെന്നൊരു സംശയം ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കേസിൽ ആകെ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഇതിൻ്റെ അകത്ത് കൂടെ വണ്ടി പോകുമെന്ന്. ഇതിൻ്റെ മുന്നിലൊരു വണ്ടി പോയിട്ടില്ലേ, നമ്മളെ വണ്ടിക്ക് മുന്നിലൊരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മളെ വണ്ടി ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഭയങ്കര പ്രിഫറൻസ് കൊടുക്കണം. നമ്മൾ ആൾക്കാരെ നിൽക്കിട്ട് കയറരുത്, നമ്മൾ അവരെ ബാക്കിൽ പോകണം. ഓക്കെ, അവരെടുത്ത് പോയിട്ട് ഇതുവരെ വളക്കരുത്, അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. സോ നമ്മൾ മാക്സിമം ഇവരുടെ ബാക്കിൽ പോയിട്ട് നിൽക്കാൻ നിൽക്കുക, അല്ലാണ്ട് ഇവരെടുത്ത് പോയിട്ട് ഇവരും എടുത്തേക്ക് മുട്ടിച്ച് കയറ്റാൻ ശ്രമിക്കരുത്. നമ്മളെപ്പോഴും ഇവർ ബാക്കിൽ ചെന്നിട്ട് സൈഡിൽ കയറണം. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു കേസിൽ ഇത് ചെറിയൊരു കയറ്റാണ്. സോ എനിക്കിവിടെ വണ്ടി നിർത്തണം നോക്കിയാൽ. സോ ഞാൻ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പതുക്കെ നിർത്തുകയാണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടൊരു വണ്ടി നിർത്തി. എനിക്ക് വണ്ടി റൈറ്റിലേക്ക് എടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടു, ക്ലച്ച്. ഓക്കെ, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യാണ്. അപ്പോൾ വണ്ടി ക്ലച്ചിൽ നിൽക്കും. ഞാനിപ്പോൾ ബ്രേക്കൊന്നും ചവിട്ടിയിട്ടില്ല, ആക്സിലേറ്ററും കൊടുത്തിട്ടില്ല. ക്ലച്ച് റിലീസ് ചെയ്യുന്നതോടൊപ്പം ക്ലച്ച് മാത്രം കുറച്ച് വിടാം. അപ്പോൾ വണ്ടി ഇങ്ങനെ കയറ്റത്തിൽ ബ്രേക്ക് ചവിട്ടിയ പോലെ നിൽക്കും. ക്ലച്ച് റിലീസ് ചെയ്യുന്നതോടൊപ്പം വണ്ടി വന്നുകൊണ്ടിരിക്കും, വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ പക്ഷേ ഇത് ഭയങ്കര ഒരു വൃത്തിയായിട്ട് ജംഗ്ഷനാണ്. കാരണം നമുക്ക് അപ്പുറത്ത് വരെ വണ്ടികളൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളൊന്ന് പതുക്കെ കയറ്റി നോക്കും, ഭയങ്കര പതുക്കെ കയറ്റി നോക്കുക. ഇറ്റ്സ് ഫൈൻ, യാ. അപ്പോൾ നമ്മൾ അതും കടന്ന് രക്ഷപ്പെട്ടു. യെസ്, കണ്ടോ. അപ്പോൾ ഞാൻ 4th ഗിയറിൽ 40ക്ക് മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 40-50 ഒക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 5th എപ്പോൾ ഇടാന്ന് വെച്ചാൽ ഇത് 60ക്ക് എബോവ്. ഞാൻ എന്തായാലും ഈ റോഡിൽ 60ക്ക് എബോവ് ഒന്നും പോവില്ല. സോ ഇങ്ങനത്തെ കേസ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ ബാക്കിൽ കൊണ്ടുപോയിട്ട് പതുക്കെ സ്ലോ ചെയ്തിട്ട് നിർത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും സെക്കൻഡ് ഗിയർ എടുക്കുക. സോ ഹമ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹമ്പ് വരുമ്പോൾ ആദ്യം വണ്ടി സെക്കൻഡ് ഗിയറിലിടുക, ക്ലച്ച് അമർത്തുക, പതുക്കെ വണ്ടി റിലീസ് ചെയ്യുക, വണ്ടി പോയിക്കൊണ്ടിരിക്കും. വീണ്ടും ഹമ്പ്. ഞാൻ എപ്പോഴും ന്യൂട്രൽ ഇട്ടിട്ടാണ് ചെയ്യാറ്, പക്ഷേ അതൊക്കെ നിങ്ങളിഷ്ടം. ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ ന്യൂട്രൽ ഇട്ടു. ഇനി ഞാൻ ഇവിടെ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് വിട്ട് റിലീസ് ചെയ്യാണ്, പതുക്കെ വണ്ടി പോകും. ഓക്കെ, ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറ്. ഇപ്പോൾ ഞാനൊരു ജംഗ്ഷൻ എത്താൻ പോകാൻ നോക്കിയാൽ, സോ ഞാൻ ജംഗ്ഷൻ എത്താനും എനിക്കറിയാം എനിക്ക് വണ്ടി എന്തായാലും സ്ലോ ഡൗൺ ചെയ്യണം. ഞാൻ വെറുതെ ക്ലച്ച് അമർത്തി പിടിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് വണ്ടി ന്യൂട്രലിടും. പിന്നെ വണ്ടിക്ക് ഓൾറെഡി ആ ഒരു ഇനേർഷ്യ ഉള്ളതുകൊണ്ട് വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ കേസസ് വന്നു. ഈ വണ്ടി പോയിട്ട്
സ്പേസ് കിട്ടിയിട്ട് വണ്ടി റൈറ്റിലേക്ക് സ്ലോ ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. ബിക്കോസ് അവരെ നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊന്നും ശരിക്കും നടക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ കേരള അല്ലേ. ബിക്കോസ് റോട്ടിൽ ഇങ്ങനെ വണ്ടി ഇടാനൊന്നും പാടില്ല, പക്ഷേ നമ്മൾ കേരളത്തിൽ നമുക്ക് ഭയങ്കര ഫ്രീഡവും സ്വാതന്ത്ര്യമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മളും ഇതൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മളും റോട്ടിൽ ഇറങ്ങി നടക്കുന്നതല്ലേ ഇതുപോലെയൊക്കെ തന്നെ. എനിക്ക് ഇവിടുന്ന് റൈറ്റിൽ പോകണം നോക്കിയാൽ. സോ ഞാൻ ഈ സെൻറ്ററിൽ വന്നു, പിന്നെ ന്യൂട്രലാണ്, ക്ലച്ച് അമർത്തി ഫസ്റ്റ് ഗിയർ ഇട്ടു, ചെക്ക് ചെയ്യാം വണ്ടി ഉണ്ടോ എന്ന്. ഓക്കെ, റൈറ്റിൽ വണ്ടി എന്തായാലും കുറവാണ്, ലെഫ്റ്റിൽ ഒരാൾ വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും ഇവർ പോയിട്ടൊക്കെ വേണം വണ്ടി എടുക്കാൻ. പക്ഷെ അങ്ങനെ എടുക്കാൻ നിന്നാൽ നമുക്കിവിടെ വണ്ടി എടുത്ത് തീരില്ല. സോ നമ്മൾ കയറ്റിയെടുക്കുക, അതല്ലാണ്ട് ഇവിടെ വേറൊരു വഴിയില്ല. നമ്മൾ റൂൾസ് അനുസരിക്കാൻ പോയാൽ ഇവിടെ ഒന്നും നടക്കില്ല. സോ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണം, അല്ലാണ്ട് വണ്ടി ക്രോസ് ചെയ്യരുത്. അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് എത്തിക്കും. എൻ്റെ ഒരു അറിവിൽ ഇയാൾ റൈറ്റിലേക്കാണ്, അയാളുടെ ടയർ കേട്ടോ റൈറ്റിലേക്ക് ഇരിക്കുന്നത്. മാക്സിമം ഇയാൾ റൈറ്റിൽ പോകാനാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഇപ്പോൾ ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എനി ഹൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും പിന്നെ ഈ ബസ്സൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സംഭവത്തിൽ നമ്മൾ പേടിക്കരുത്. ഓക്കെ, ഇപ്പോൾ ഇയാളെന്തായാലും എടുത്തു റൈറ്റിലേക്ക്. സോ നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെന്തായാലും കയറ്റി നിർത്തി. ഇനി ഇത്രയേ ഉള്ളൂ വഴി. ഇങ്ങനെ പതുക്കെ തലവെച്ച് കയറുക, അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല ഇങ്ങനത്തെ സ്ഥലത്ത് വണ്ടി എടുക്കാൻ. ഓക്കെ, ആൾക്കാർ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു തുടങ്ങി. ഞാനിപ്പോൾ വണ്ടി എടുക്കാം. ആൾക്കാർ ഇങ്ങനെ പലതും ചെയ്യും. ഓക്കെ, സോ വി ഗുഡ് ടു ഗോ. ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ വണ്ടി സൂക്ഷിക്കണം. ഓക്കെ, ഞാനിനി ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ പാർക്ക് ചെയ്യണോ? അവിടെ പാർക്ക് ചെയ്ത് വെറുതെ കാശ് കൊടുക്കണം. സോ നമുക്ക് ലുലുവിൻ്റെ പാർക്കിങ്ങിൽ വേണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ലുലുവിന്ന് ചെറിയ സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ലുലുവിൻ്റെ പാർക്കിംഗ് കൊണ്ട് പാർക്ക് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. കാരണം ലുലു ഇവിടെ നമുക്ക് തുടങ്ങിയിട്ട് ലുലു അങ്ങനെ ഭയങ്കര ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. സോ എനിക്കൊന്ന് ലെഫ്റ്റ് എടുക്കണ്ട. സോ ഫ്രീ ഹാൻഡ് ലെഫ്റ്റാണ്. ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്തു. കണ്ടോ, ലെഫ്റ്റിൽ ഒരാൾ പോകണുണ്ടോ? ഇതൊക്കെ ഇവിടെ നടക്കും. നമ്മളെപ്പോഴും ഈ മിറർ ശ്രദ്ധിക്കണം എന്താ സംഭവിക്കാമെന്ന്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്തു. ഇവിടെ നിന്ന് എടുക്കാൻ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓൾറെഡി ബ്ലോക്കായി. സോ നോ ഇഷ്യൂസ്. വണ്ടി എടുത്തു. ഇനി ഇതാണ് എൻ്റെ ലുലു. എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. സോ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. സോ ഇതാണ് നമ്മളുടെ വൈമാൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലുലു എന്ന് പറയുന്നില്ല, ഒരു വൈമാൾ എന്നാണ് പറയണേ. ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു മാളാണ്. അവർ ക്രിസ്മസ് ഒക്കെ ആയ കാരണം ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. സോ നല്ല രസമാണിപ്പോൾ. നമുക്ക് ഞാൻ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ ഭയങ്കര എന്താ പറയുക, കൊറോണയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഭയങ്കര ഫെസിലിറ്റൈസേഷനൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു സാനിറ്റൈസേഷനൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയാൽ കാണാം. ഒരു വണ്ടിയൊക്കെ ഇപ്പോൾ ഒരു സാനിറ്റൈസ് ചെയ്യും ഈ ഒരു പ്ലേസിൽ വെച്ചിട്ട്. സോ അതുപോലെ ഇവിടെ ക്യാമറാസ് ഉണ്ട്. നമ്മളെ ഏത് വണ്ടി അതിൻ്റെ അകത്ത് കയറുന്ന, ഏത് വണ്ടി ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ ഇവർക്ക് അറിയാം. സോ ഇവർ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. നമ്മളുടെ നല്ല കാര്യങ്ങൾ കണ്ടോ, എല്ലാവരും ഫേസ് ഷീൽഡൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത്. സോ അതുപോലെ ഇവിടെ ഇത് കാറ് വാഷ് ചെയ്യാൻ ഒരു ടീമുണ്ട്. ഓക്കെ, അവർ കാശ് കൊടുക്കണം കേട്ടോ, വെറുതെ ഒന്നല്ല. നമുക്കിവിടെ ഇനി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യണമല്ലോ. ഇന്നെന്താണ് ഇത്ര തിരക്ക്? കാരണം ഇവർ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇവരൊക്കെ. സോ നമുക്ക് അറിയില്ലെങ്കിൽ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇവർ ഒക്കെ ഇവിടെ സ്ഥലമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഒരാൾ നമുക്ക് ഒരു പ്ലേസ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ പാർക്ക് ചെയ്യാം.
കണ്ടോ, എനിക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് അതൊരു സൗകര്യമാണ്. ബാക്കിൽ നിൽക്കണവർ ആക്ച്വലി പാർക്കിങ്ങിൻ്റെ ലുലുവിൻ്റെ ആൾക്കാരല്ല, അവർ കാറ് വാഷ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി വരുമ്പോൾ ഇവർ എൻ്റെ അടുത്ത് എന്തായാലും കാറ് വാഷ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ കാറ് വാഷ് ചെയ്തതാണ് ഇവിടുന്ന് ലാസ്റ്റ് വീക്കിൽ. സോ ഞാൻ എന്തായാലും കാറ് വാഷ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, नहीं भाई, वो मैंने वो 3 दिन के पहले वो वॉश किया इधर से. अच्छा वॉशिंग है. ठीक है, थैंक यू.